പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ധൂപ് ആ ഗയി എന്ന കവിതയുടെ ഈ 4 വരി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. പ്രയാഗ് ശുക്ല എഴുതിയിട്ടുള്ള ധൂപ് ആ ഗയി എന്ന കവിത 4 ലൈൻ എടുത്തു. ഇനി ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ധൂപ് ആ ഗയി സുബഹ് സുഹബഹ്ക്കി, അതിരാവിലെ പ്രഭാതത്തിൽ എന്ത് വന്നു? സൂര്യൻ ഉദിച്ചു, വെളിച്ചം വന്നു, പൂമൊട്ടുകളെല്ലാം വിരിയാൻ തുടങ്ങി. ആ പൂമൊട്ട് വിരിഞ്ഞ പൂവിൽ നിന്നും സുഗന്ധം പരക്കാൻ തുടങ്ങി. കലിയാൻ ക്യാരി ക്യാരി മഹക്കിയും, പൂമൊട്ടുകളെല്ലാം ആ പൂത്തടങ്ങളിലും എല്ലായിടങ്ങളിലും സുഗന്ധം പരത്തി. കലിയാം ഇത്തനീ സാരി മഹക്കിയും, എന്താണ്, പൂമൊട്ടുകൾ ഇത്രമാത്രം ഗന്ധം പരത്തി എന്നൊക്കെയായിരുന്നു നമ്മൾ അതിൽ ഈ 4 വരിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി നോക്കാം. ഹവാ ബഹ് രഹി ടെണ്ടി ടെണ്ടി. ഈ അക്ഷരം ഹ എന്നാണ്. ഇത് വാക്കി ദീർഘം ഹവാ. ബ എന്ന അക്ഷരം ഹ. ര ഹ. ഹി ട ടം ഡി ടം ഡി. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ബഹ് രഹി, ബഹ്ന പറഞ്ഞാൽ വീശ, കാറ്റ് വീശി. ടെണ്ടി ടെണ്ടി, തണുത്ത കാറ്റ്. എന്താണ്? തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. രഹേ രഹി പറഞ്ഞാല് തുടർച്ചാ വർത്തമാന കാലമാണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് രഹാ രഹേ രഹി അപ്പോഴാണ് ചേർക്കുന്നത്. അപ്പൊ എന്താണ്? ഹവാ ബഹ് രഹി ടെണ്ടി ടെണ്ടി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഗ ഗു മ ഗൂം. ര ഹ ഹി രഹി. വ ഹ വഹ്. ബ ഹ കി ബഹക്കി. ബ ഹ കി ബഹക്കി. ഗൂം ആ രഹി, ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി. അടുത്തത് ഉഡത്തി ഉടുത്തി. ഉഡത്തി ഉടുത്തി. ഉടുത്തി ഉടുത്തി. ആയി. ഈം, ഇവിടെ കണ്ടൊരു ഡോട്ട് ഉണ്ട്. അപ്പൊ അത് ഈം എന്നാണ് വായിക്കുക. ആയിം ചിടിയാം. ചി ഡി യാം, ചിടിയാം. ഫുദക്ക്, അത് ഫ എന്ന അക്ഷരം. ഫു ദ ക, വായിക്കുന്നത് ഫുദക്ക്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ശബ്ദം വായിക്കുന്ന സമയത്ത് ഇതിന്റെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന അക്ഷരം, അതായത് ഇതിന്റെ ലാസ്റ്റ് അക്ഷരം ക എന്നാണല്ലേ. ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന അക്ഷരം ഹ്രസ്വമായിട്ട്, അതായത് ഇതിന്റെ കൂടെ ചിഹ്നങ്ങളൊന്നുമില്ല, ചിഹ്നമില്ലാത്ത അക്ഷരം മാത്രം വരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഈ ചിഹ്നമിട്ടാണ് വായിക്കുക. ഇത് നമ്മൾ വായിച്ച് കേൾപ്പിച്ചുതരാം. ഫുദക്ക്, ക്ക് കായാണ്, പക്ഷെ ക എന്നല്ല വായിക്കുന്നത്, ക്ക് എന്നാണ് വായിച്ചത്. ഫുദക് ഫുദക് ഫുദക്ക്. കർ, ര എന്നതാണ് ഇർ എന്നായി മാറിയത്. കര എന്നല്ല വായിച്ചത്, കർ കർ. വേ ബി ചഹ്കീം. ഒന്നും കൂടെ നോക്കാം. ഹവാ ബഹ് രഹി ടെണ്ടി ടെണ്ടി. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഉടുത്തി ഉടുത്തി ആയിം ചിടിയാം. ഫുദക് ഫുദക് കർ വേ ബി ചഹ്കീം. കാറ്റ് വീശി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു പറഞ്ഞേ. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഗൂമന എന്ന് പറഞ്ഞാല് ചുറ്റി അടിച്ചു കൊണ്ടിരിക്കുക. ഗൂം രഹി പറഞ്ഞാല് ചുറ്റി അടിക്കുക. ചുറ്റി അടിച്ചു കൊണ്ടിരുന്നു, കാറ്റ് ഇങ്ങനെ ചുറ്റി അടിച്ചു കൊണ്ടിരുന്നു. വഹ് ബഹക്കി ബഹക്കീം. എന്താ പറയാ, കാറ്റ്, തണുത്ത കാറ്റ് അങ്ങനെ ആ പരിസരങ്ങളിലാകെ ചുറ്റിയടിച്ചു കൊണ്ടിരുന്നു. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടുന എന്ന് പറഞ്ഞാൽ പറക്കുക, ഉയരത്തിൽ പറക്കുക. ഉടുത്തി 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 പറന്ന് പറന്ന്. എന്താണ് ഉടുത്തി ഉടുത്തി? പറന്ന് പറന്ന്. ആയിം ചിടിയാം, പക്ഷികളൊക്കെ വന്നു. എങ്ങനെയാണ് വന്നത്? പറന്ന് പറന്ന് പക്ഷികള്
വന്നു. ഫുദക്ക് ഫുദക്ക് കർ വേ ബി ചഹക്കീം. ഫുദക്ക് ഫുദക്ക് കർ. ഫുദക്കിന പറഞ്ഞാല് ചാടി ചാടി, ചാടി ചാടി. ഫുദക്ക് ഫുദക്ക് കർ ചാടി ചാടി. വേ ബി ചഹക്കീം അവരും എന്തു ചെയ്യാൻ തുടങ്ങി? ചഹക്കീം. ചഹക്കന എന്ന് പറഞ്ഞാല് ചിലയ്ക്കുക. ചിലയ്ക്കുക എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ ഇങ്ങനെ കലപില ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അവരുടേതായിട്ടുള്ള സൗണ്ട് ഉണ്ടല്ലോ, പക്ഷികളുടെ ചിലയ്ക്കൽ, പക്ഷികളുടെ ആ സൗണ്ട്, അതിനാണ് ചഹക്കീം എന്ന് പറയുന്നത്. ഫുദക്ക് ഫുദക്ക് കർ വേ ബി ചഹക്കീം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പ്രകൃതിയുടെ സുന്ദരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് കവി നടത്തിയിരിക്കുന്നത്. അതായത് പ്രകൃതിയിലേക്ക് സൂര്യൻ ഉദിച്ചു, സൂര്യൻ ഉദിച്ചപ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടായി, അവിടെയുള്ള പൂമൊട്ടുകളെല്ലാം വിരിഞ്ഞു, സുഗന്ധം പരത്തി, തണുത്ത കാറ്റ് വീശി, പക്ഷികളൊക്കെ ആ ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് പറക്കാൻ തുടങ്ങുന്നു. അവ അതിൻ്റെതായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നു. അവരിങ്ങനെ പക്ഷികൾ അവരുടെ കലപില സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കവിതയിൽ കവി പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകൃതിയെ ഒന്ന് സുന്ദരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ, അല്ലേ? ഇനി ഇത് നിങ്ങളോട് എല്ലാവരോടും മിൽക്കർ എല്ലാവരും കൂടെ ചേർന്ന് പാടാനാണ്. എല്ലാവരും കൂടെ ചേർന്നിട്ട് പാടുക. അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക, ചിഹ്നങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഹിന്ദി സിമ്പിളായിട്ട് പിന്നീട് തുടർന്ന് നിങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്ക് രംഗ് ബരേം. രംഗ് ബരേം പറഞ്ഞാൽ നിറം നൽകാനാണ്. രംഗ് ബരേം നിറം നൽകുക. ഇതൊരു പൂമൊട്ടാണ്. യഹ് കലി ഹെ, ഇത് പൂമൊട്ടാണ്. യഹ് യാ ഹ യഹ് കലി, കലി ഹെ, ഇത് പൂമൊട്ടാണ്. ഈ പൂമൊട്ടിന് ഒരു നിറം നൽകാനാണ് പറഞ്ഞത്. പിന്നെ ഇവിടെതാ യഹ് ചിടിയ ഹെ, ഇതെന്താണ്? ഒരു ചിടിയ, ഒരു പക്ഷിയാണ്. യഹ് യാ ഹ, നേരത്തെ നമ്മൾ ഇതോടെ പഠിച്ച് യഹ് ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി. ചിടിയ, ചിടിയ, ചിടിയ പക്ഷി. യഹ് ചിടിയ ഹെ, ഇത് പക്ഷിയാണ്. ഇതെന്താണ്? ഇതൊരു പക്ഷിയാണ്. ഈ പക്ഷിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം കൊടുക്കുക. ലാൽ എന്ന് പറഞ്ഞാല് റെഡ് ആണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട് ചുവന്ന കളർ. ഇതിന്റെ അക്ഷരത്തിനും അതേ ചുവന്ന കളർ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ലാൽ. ലാൽ പറഞ്ഞാൽ എന്താണ്? ചുവപ്പ്. ചുവപ്പിനാണ് ലാൽ എന്ന് പറയാം. ഹര. ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച. ഹര പച്ച. കാല, കറുത്ത കളറിനെയാണ് കാല എന്ന് പറയുന്നത്. നീല. നീല എന്ന് പറഞ്ഞാൽ നീല കളറിനെ നമ്മൾ നീല കളറിന് പറയുന്ന അതേപോലെ തന്നെയാണ് ഹിന്ദിയിലും നീല എന്ന് തന്നെയാണ് പറയാം. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, ഹര പച്ച, ലാൽ ചുവപ്പ്. മനസ്സിലായില്ലേ? ശബ്ദ പഹചാനേം കവിതാമേ രേഖാങ്കിത് കരേം. ഇവിടെ താഴെ തന്നിരിക്കുന്ന ശബ്ദ, അതായത് കലിയാം, പിന്നെന്താണ്? ക്യാരി, ഹവ, ചിടിയാം, ധൂബ്. കണ്ടല്ലോ? ഈ ശബ്ദം മനസ്സിലാക്കിയിട്ട്, അതായത് ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കവിതാമേം രേഖാങ്കിത് കരേ. കവിതയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കവിതയിൽ. അതായത് ഏതാണ് കവിതയിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ? കലിയാം. കവിതയിൽ എവിടെ നോക്കുക നിങ്ങൾ? കവിത എടുക്കുക, കവിതയിൽ കലിയാം എന്നെവിടെയെന്ന് നോക്കുക. അതാ കലിയാം. കണ്ടോ? ഈ കലിയാം എന്നതിന് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. കലിയാം എന്നതിന് താഴെ വരയ്ക്കുക. കലിയാം. പിന്നീട് ഏതാണ് പറഞ്ഞത്? കലിയാം, ക്യാരി. ക്യാരി നമ്മളിതിൽ നോക്കുക. എന്നിട്ട് ക്യാരി എന്നതിന്റെ നേരെ താഴെ വരയ്ക്കുക. ക്യാരി ദാ എവിടെ? ക്യാരി ദാ, ക്യാരി കണ്ടില്ലേ? ക്യാരി, ക്യാരി. അതിന്റെ താഴെ വരയ്ക്കുക. ക്യാരി നിങ്ങളോട് സ്വയം കണ്ടെത്തി ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ അക്ഷരം പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഹവ, അടുത്തത് ഹവ എന്നാണ് അതിലുണ്ട്. നിങ്ങൾ കണ്ടെത്തി ചെയ്യുക. നിങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്യുക. ഇതിലുണ്ടാവും ഹവ. അതാ ഹവ, ഹവ കണ്ടോ? ഹവ. ഇനി അടുത്തതായിട്ട് പറഞ്ഞത് എന്താണ്? ചിടിയാം. പിന്നെ ധൂബാണ് അല്ലേ? ചിടിയാം എന്നും ധൂബ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കണ്ടെത്താൻ നോക്കാം. ചിടിയാം, ധൂബ്. ഫസ്റ്റ് ആണ് ധൂബ്. ധൂബ് ആകെ നമ്മൾ പഠിച്ചല്ലേ? ഇതാ ധൂബ്. ഫസ്റ്റിലാണ് ധൂബ് ഉള്ളത്. ഇതാ ധൂബ്. ഇനി ചിടിയാം ആണ്. ചിടിയാം ഇവിടെയാണ്. ഇതാ ചിടിയാം.
ധൂപ് ചെടി. അപ്പം എല്ലാം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെയൊക്കെ താഴെ എന്ത് ചെയ്യുക? രേഖാങ്കിത് കരയുക. പിന്നെ നിങ്ങളിത് കൂടാതെ തന്നെ ഇതുപോലെ ഈ കവിതയിലും നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ആണെങ്കിലും എന്താണെങ്കിലും ആ പാരഗ്രാഫിൽ വരുന്ന അക്ഷരങ്ങളൊക്കെ അറിയാവുന്നത് വട്ടമിട്ട് വെക്കുക. അറിയാവുന്ന അക്ഷരത്തിനൊക്കെ റൗണ്ടിലാക്കുക. അപ്പം നിങ്ങൾ എല്ലാ അക്ഷരങ്ങളും കൂടെ പഠിക്കും. ഓക്കെ, അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ. ചിഹ്നങ്ങൾ ഏതാണ് ചിഹ്നങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ചിഹ്നമുള്ളത് പരാ. ഇതിന് മുകളിൽ എ ചിഹ്നമാണ്. അപ്പം രേ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനങ്ങനെ റൗണ്ട് ചെയ്യാം. രേ റൗണ്ട് ചെയ്ത്. പിന്നെ കീ എന്നറിയാമെങ്കിൽ ആ കീനെ അങ്ങനെ റൗണ്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പഠിച്ചത് അങ്ങനെ കണ്ടെത്തി ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കൂല. ഓക്കെ, മറക്കാതിരിക്കും. ഇത് എവിടെയാണോ നിങ്ങൾ പഠിച്ച അക്ഷരമുള്ളത് അതിനൊക്കെ റൗണ്ട് ചെയ്ത് വെക്കുക. പിന്നെ പഠിക്കാത്തത് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് അതിനും കൂടെ റൗണ്ട് ചെയ്ത് നിങ്ങൾ എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിക്കും. അറിയാതെ തന്നെ പഠിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇതൊരു ചെറിയ കവിതയായിരുന്നു എങ്കിലും 2 പാർട്ടായിട്ടാണ് എടുത്തത്. ഇത് രണ്ടും നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഈ കവിത മൊത്തത്തിൽ ഒന്നും കൂടെ വായിച്ചു തരാം. നോക്കുക. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की कलियां प्यारी प्यारी महकी कलियां क्यारी क्यारी महकीम कलियां इतनी सारी महकीम हवा बह रही ठंडी ठंडी घूम रही बह बहकी बहकी उड़ती उड़ती आई चिड़िया फुदक ഫുദക്കർ വേബി ചഹക്കീം. അപ്പം അത്രയാണ് ഈ കവിത ഉള്ളത്. ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക, ചിഹ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ അതിനോടൊപ്പം തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ.